ഹായ്, നിങ്ങൾക്കറിയാം ഞാൻ ഡെൻ്റൽ അസിസ്റ്റൻറ്റ് ട്രെയിനിങ് കോഴ്സ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പലരും ചോദിച്ചൊരു ഡൗട്ടാണ്, ആൽജിനേറ്റ് ഇംപ്രഷൻ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്? ആൽജിനേറ്റ് ഇംപ്രഷൻ എടുക്കുന്നത് പാടായിട്ട് ഫീൽ ചെയ്യുന്നു അല്ലേ? നിങ്ങൾ പലരും ചോദിച്ചത് എന്നോട്. അപ്പോൾ അത് ഒരു പൗഡർ വാട്ടർ റേഷ്യോ ആണ് അവിടെ നോക്കുന്നത്. ആൽജിനേറ്റ് ഒരു പൗഡർ ആയിട്ടാണ് വരുന്നത്. ഒരു ടിന്നിൽ ഓരോ ക്ലിനിക്കിലും ഓരോ ബ്രാൻഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് അതിൻ്റെ സെറ്റിംഗ് ടൈം മാറും കേട്ടോ, വാട്ടർ റേഷ്യോയും മാറും. അപ്പോൾ ഇതുപോലൊരു പൗഡർ ആയിരിക്കും, വിവിധ ഫ്ലേവേഴ്സിൽ അത് അവൈലബിൾ ആണ്. ചിലപ്പോൾ യെല്ലോ കളർ ആയിരിക്കും, നിങ്ങളുടെ റോസ് ആയിരിക്കും. അത് ഏത് ഫ്ലേവറിൻ്റെ ആണെന്നനുസരിച്ച് അത്രയേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. കളർ വ്യത്യാസം ഉണ്ടാവും ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മെഷറിങ് ഇതുപോലെയുള്ളൊരു സ്പൂൺ ഉണ്ടാവും. അത് നന്നായിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മുകൾ സർഫസ് ക്ലീൻ ആക്കി നിങ്ങളിങ്ങനെ വൈപ്പ് ചെയ്ത് വേണം എടുക്കാൻ, എന്നാലേ ആ മെഷർമെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. ഇതുപോലെയുള്ള ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ആൽജിനേറ്റിന് യൂഷ്വലി 3 or 4 ഇതേ സെയിം അളവിൽ വാട്ടർ ആവശ്യം വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനിയാണ്. ഓരോ കമ്പനി അനുസരിച്ച് ചിലതിന് 3 മടങ്ങ് വെള്ളമായിരിക്കും, ചിലതിന് 4 മടങ്ങ് വെള്ളമായിരിക്കും. അത് ഏത് കമ്പനി യൂസ് ചെയ്യുന്ന അതൊരു വട്ടം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഡോക്ടർ ഉണ്ടാവുമല്ലോ, പുള്ളി കറക്റ്റായിട്ട് അവിടെ ഉപയോഗിക്കുന്നതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഇടുക. ഓക്കെ, ആദ്യം പൗഡർ വേണം നമ്മൾ ബൗളിലോട്ട് ഇടാൻ. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ഇടണമല്ലോ, ഗ്ലൗസ് എടുക്കുക. അതിൻ്റെ പിന്നെ സ്പാച്ചുല. നമ്മൾ യൂഷ്വലി നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ സ്ട്രെയിറ്റിനേക്കാളും ഒരു കേർവ്ഡ് സ്പാച്ചുല ഉണ്ടാവും. അപ്പം ആ കേർവ്ഡ് സ്പാച്ചുലയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ അല്ലാതെ നിങ്ങൾക്ക് ഒരു ഡെമോ വീഡിയോ തരുക, ഇതിൽ സ്ട്രെയിറ്റ് സ്പാച്ചുലയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കേർവ്ഡ് സ്പാച്ചുലയാണ് ക്ലിനിക്കിൽ യൂഷ്വലി ഉള്ളത്. അത് ആൽജിനേറ്റ് മിക്സ് ചെയ്യുന്ന സ്പാച്ചുല ഇവിടെ ഏതാ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചാൽ മതിയാവും. പിന്നെ ആദ്യം നമ്മൾ അത് പൗഡർ നന്നായിട്ട് വെള്ളമായിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. കറക്റ്റായിട്ട് ആ വെള്ളവും പൗഡറും ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇനി ചെയ്യുന്ന മൂമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ധൃതി പിടിച്ച് തന്നെ ചെയ്യണം. പതുക്കെ ചെയ്യാൻ നിന്നാൽ ആൽജിനേറ്റ് സെറ്റായിപ്പോവും. സോ അപ്പം ആൽജിനേറ്റ് സെറ്റായ റബറി കൺസിസ്റ്റൻസിയിലോട്ട് പോകും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈക്വലായിട്ട് ഈ ഒരു റൊട്ടേഷൻ മൂവ്മെൻ്റ് ആണ് ആൽജിനേറ്റിന് ചെയ്യേണ്ടത്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഒരു ഹോമോജീനസ് ആയിട്ടുള്ള യൂണിഫോം മിക്സ് ആൽജിനേറ്റിന് കിട്ടുകയുള്ളൂ. അല്പം പാടാണ്, ആദ്യം ആൽജിനേറ്റ് യൂണിഫോം മിക്സ് കിട്ടില്ല. അപ്പം ഇതായതിനു ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രെയിൽ ലോഡ് ചെയ്തോണം, ഇല്ലെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ സെറ്റായി പോകും. പിന്നെ ഡോക്ടർ ബാക്കി അളവും കാര്യങ്ങളും ഒക്കെ എടുത്തോളും. ഇത്രയുമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ആൽജിനേറ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ബൈ.